സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുക. അത്തരം അവസരത്തിൽ നല്ല ഹോർമോണുകൾ ഭാര്യയുടെ ഉള്ളിലുണ്ടാകും. അത് അവരുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തും. ഒന്ന് ചേർത്ത് നിർത്തി ആ നെറുകയിൽ ഒന്ന് ചുംബിക്കുക. ഈ പ്രവൃത്തികൾ അവളുടെ ആ ദിവസത്തെ പ്രകാശമാനമാക്കും. ഭാര്യയിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ നല്ലത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില നിമിഷത്ത്, ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചില മോശവാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിണങ്ങി വർഷങ്ങളോളം ഇരിക്കുന്ന ചില ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് കുറച്ച് കഴിഞ്ഞ അപ്പൊ നമ്മൾ ആലോചിക്കുക, അവർ നമുക്ക് മുന്നേ ചെയ്തു തന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അത്രയും കാലത്ത് അവർ മുന്നേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും നിസ്സാര കാര്യം കൊണ്ട് വരുന്ന പണക്കൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്ത് അത് ക്ഷമിക്കാൻ തയ്യാറാവുക. ഭാര്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പങ്കിടാനുള്ള മനസ്സ് കാണിക്കുക. എന്ത് കാര്യങ്ങളും ഭാര്യയുമായി പങ്കുവയ്ക്കുക. ഭർത്താവ് ഭാര്യയെ ചേർത്തി നിർത്താൻ ശ്രമിക്കുക. എന്താവശ്യം വരുമ്പോഴും ഞാനുണ്ട് കൂടെ എന്നൊരു സന്ദേശം കൊടുക്കുക. ഭാര്യയുടെ ഏത് സന്തോഷത്തിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദുഃഖത്തിലും അവൾക്കൊപ്പം നിൽക്കാനുള്ള മനസ്സ് കാണിക്കുക. ഭാര്യയെ പിന്തുണയ്ക്കാം. ഭാര്യയുടെ ലക്ഷ്യത്തിനു വേണ്ടി ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുക. അവളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ സഹായിക്കുക. അവളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെയും കളിയാക്കാതെയും നോവിക്കാതെയും ഇരിക്കുക. ഏതൊരു സ്ത്രീയുടെ വിജയത്തിന്റെ പിറകിൽ ഒരു സൽസ്വഭാവിയായ ഭർത്താവ് ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ അവൾക്ക് കഴിയുമെന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കുക, വിശ്വസിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ അവൾ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കും. തെറ്റുകൾ ചെയ്യാത്തവരായി ആരും തന്നെയില്ല. ഭാര്യയുടെ തെറ്റുകളും കുറവുകളും അംഗീകരിച്ച് ഭർത്താവ് മുന്നോട്ട് പോവുക. ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അവളെ ചീത്ത പറയാതെ സൗമ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പരസ്പരം തുറന്ന് സംസാരിക്കാൻ ദിവസവും സമയം കണ്ടെത്തുക. ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. ഒന്ന് കേൾക്കാൻ തയ്യാറാകുക. ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി അവളെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരു നല്ല ഭർത്താവ് തന്റെ ഭാര്യയെയും അവളുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു. ഭാര്യയ്ക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഭർത്താവ് സഹായിക്കുക. ചിലപ്പോൾ ധനപരമായി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് എന്ന സന്ദേശം കൊടുക്കുക. ആ ശക്തി പകരുക. ധൈര്യമായി തുടങ്ങുക ബിസിനസ്. അതിലെന്ത് സംഭവിക്കുകയാണെങ്കിൽ ഞാനും ഒപ്പം ഉണ്ട് എന്നൊരു ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറെ എന്ത് കാര്യത്തിലായാലും, അസുഖം വന്നാലോ വേറെ എന്ത് പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ ആ ഒരു ശക്തി കൂടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അവരെ ഉയരങ്ങളിലെത്താനായിട്ട് സഹായിക്കും. സ്നേഹം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. അതുപോലെ ഒരു ഭർത്താവിന് ഭാര്യ തന്നെ സ്നേഹിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി ഭാര്യയെ ജോലി കാര്യങ്ങളിലായാലും വേറെന്ത് കാര്യങ്ങളിലായാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ സഹായിക്കുക. അത് അവരിൽ കൂടുതൽ മാറ്റമുണ്ടാകുകയും കൂടുതൽ കുടുംബവുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഭർത്താവ് തന്റെ ഭാര്യയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. കുടുംബത്തിന് വേണ്ടി നല്ല യോജിച്ച തീരുമാനങ്ങൾ ഭാര്യയുമായി ചേർന്ന് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവളോട് വിശ്വസ്തത പുലർത്തുക. നിങ്ങൾ സത്യസന്ധനായ ഒരു നല്ല ഭർത്താവാകുകയും ഭാര്യയിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുകയും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഭാര്യയെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് അവരിൽ നിന്ന് തിരിച്ച് വിശ്വാസവും ബഹുമാനവും സത്യസന്ധതയും ഭർത്താവിന് ലഭിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങളെ ആശ്രയിക്കാമെന്നൊരു ഉറപ്പ്
കൊടുക്കുകയും ചെയ്താൽ ഇതിൽ നിന്നും ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടവും സ്നേഹവും കൂടുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നുള്ള ലാളന ഏറെ പ്രിയകരമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിരിപ്പിക്കാൻ കഴിവുള്ള, തന്നെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഭർത്താവിനെ ഭാര്യയ്ക്ക് വളരെയേറെ ഇഷ്ടമായിരിക്കും. തന്റെ ഭാര്യയ്ക്ക് ജീവിതത്തിൽ സങ്കടവും നിരാശയും വരുമ്പോൾ അവളെ സന്തോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ ചിരിപ്പിക്കാനുള്ള വഴികൾ നോക്കുക. തളത്തിൽ ദിനേശന്റെ സിനിമ കണ്ടത് ഓർക്കുന്നല്ലോ. നമ്മുടെ ശ്രീനിയേട്ടനും പാർവതിയും കൂടി അഭിനയിച്ചത് ഓർമ്മ വരുന്നില്ലേ? അതിൽ അദ്ദേഹം കുറെ തമാശകൾ പഠിച്ചു വന്ന് ഭാര്യയുടെ തിരക്ക് പിടിച്ച സമയത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ലാതെ സമയം കണ്ടെത്തി വിശ്രമിക്കുന്ന സമയത്ത് നന്നായി ആസ്വദിച്ച് ചിരിക്കാനുള്ള തമാശകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കുക.